ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കിഡ്സ് ഫെസ്റ്റ് നടനം 2K25 എന്ന പേരിൽ നടത്തി. കിഡ്സ് ഉദ്ഘാടന കർമ്മം UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് നിർവഹിച്ചു. ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോഴാണ് നമുക്കൊരു പുസ്തകം, ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കൊക്കെ നമുക്ക് കിട്ടുന്നത് ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഇന്ന് pre-KG ഡേ കെയർ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. pre-KG വരുന്നു, LKG, UKG, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അങ്ങനെ കുട്ടികൾക്ക് രക്ഷിതാക്കള് അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്രയധികം സൗകര്യങ്ങൾ ഇന്ന് ചെയ്തു കൊടുക്കാൻ ഓരോ രക്ഷിതാക്കളും തയ്യാറാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പുസ്തകങ്ങൾ, വളരെ നല്ല കളർ പുസ്തകങ്ങൾ, നല്ല കളിപ്പാട്ടങ്ങൾ, ഇന്നത്തെ ക്ലാസ് റൂമുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിക്കഴിഞ്ഞു. എല്ലാവിധ സൗകര്യങ്ങളും, എല്ലാവിധ പ്ലാറ്റ്ഫോമുകളും കുട്ടികൾക്ക് അവരവരുടെ അഭിരുചിക്കനുസരിച്ച് അവരവർക്ക് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സ്വയം തിരിച്ചറിഞ്ഞ് അവരുടേതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് അവർക്ക് അവരുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ അതിന് സഹായിക്കാനായി, അല്ലെങ്കിൽ അതിന് വഴികാട്ടികളായി അവർക്ക് അവരുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ അധ്യാപകര് അല്ലെങ്കിൽ സ്പോൺസേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് ഇന്നുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വളരെ ദൂരം നടന്ന് അത്യാവശ്യം നടന്ന് വേണം സ്കൂളിലെത്താൻ. നമുക്ക് വളരെ ഇത്രയധികം കൂട്ടുകാരൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് വളരെ കുറവ് അംഗനവാടികളും അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ വളരെ കുറവായിരുന്നു. ഇത്തരത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ അവസരങ്ങൾ നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് ഇതൊക്കെ എന്തിനാണ് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളെ തിരിച്ചറിയണം. നമ്മളെ തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ വഴി അല്ലെങ്കിൽ നമുക്ക് ഏതിലാണ് നമ്മൾക്ക് കഴിവുള്ളത്, ആ കഴിവ് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. അതിനാണ് എന്ന് ഈ പറയുന്ന സ്കൂളുകളാവട്ടെ, അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂമുകളാവട്ടെ, അല്ലെങ്കിൽ ഓരോ അധ്യാപകരും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ചിന്താശേഷിയുള്ള ഭാവിയിലെ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ പൗരന്മാരാവണം. പുതിയ നല്ല രീതിയിലുള്ള പൗരന്മാരെ വാർത്തെടുക്കലാണ് ഓരോ സ്കൂളുകളുടെയും ഓരോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴും ഓരോ ബാച്ച് ഓരോ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു നാടിന്റെ നല്ല രീതിയിൽ നല്ലൊരു യുവതലമുറയാണ് അവരൊക്കെ ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പറ്റം നല്ല അധ്യാപകരും നല്ല രക്ഷിതാക്കളും ഒക്കെ നിങ്ങളെ സഹായിക്കാനുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നിങ്ങളുടെ കുടുംബത്തെയും അതുപോലെ ഈ ഒരു സമൂഹത്തെയും ഒക്കെ നല്ല രീതിയിൽ ഒരു നല്ല പൗരനായി നിങ്ങൾക്ക് ഒരു നല്ല സൊസൈറ്റി അല്ലെങ്കിൽ നല്ല കുടുംബം അല്ലെങ്കിൽ ഒരു നല്ല സൊസൈറ്റിയൊക്കെ വാർത്തെടുക്കാൻ കഴിയും. അതിനായിരിക്കണം നിങ്ങൾ പ്രധാന ലക്ഷ്യം, അതായിരിക്കണം നിങ്ങളുടെ ചിന്തയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവേണ്ടത്. അങ്ങനെ നിങ്ങൾ പഠിച്ച് വളരെയധികം വളർന്ന് ഉയർന്ന നിലയിലേക്ക് എത്തണം. അതായിരിക്കണം നിങ്ങളുടെ. അതോടൊപ്പം കലാകായിക മേഖലകളിലൊക്കെ കലാകായിക മേഖലകളിൽ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുസ്തകങ്ങളും പഠനവും മാത്രമല്ല, മറ്റനേകം കോ കരിക്കുലർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലെല്ലാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് സബീന ടീച്ചർ UGS ഗ്രൂപ്പ് MDയിൽ നിന്നും അദ്ദേഹം സ്കൂളിന് നൽകിയ ഫാനുകൾ ഏറ്റുവാങ്ങി. സ്കൂൾ PTA പ്രസിഡന്റ് സുബൈദ അധ്യക്ഷത വഹിച്ചു. BRC BPC KK മണികണ്ഠൻ, പ്രോഗ്രാം കൺവീനർ PK രാജീവൻ, സ്റ്റാഫ് പ്രതിനിധി സുരേഷ് KC, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ K, UGS ഗ്രൂപ്പ് PRO ശ്യാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. മധുര പാടി